ഹായ്, ഇന്ന് നമുക്ക് ക്യാരറ്റ് അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അത് വളരെ ഈസിയാണ്. ആദ്യമായിട്ട് കുറച്ച് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിയാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് വേപ്പില. ആദ്യമായിട്ട് ക്യാരറ്റ് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്മി വെക്കുക. അതിനുശേഷം ഒരു പാൻ എടുക്കുക, ചൂടാക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കടുകിടുക. കടുക് നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇടാം. പിന്നെ നിങ്ങൾ കണ്ടത് നേരത്തെ ആ പൊടി എന്ന് പറഞ്ഞാൽ അത് കായപ്പൊടി, ഉലുവപ്പൊടിയാണ്. അതും ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഇത് നന്നായിട്ട് കടുകൊക്കെ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിനിടയിൽ നമുക്ക് കുറച്ച് വേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും ഇടാം. നന്നായിട്ട് അതൊന്ന് മുരിയണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് എന്നെ സഹായിക്കുന്നത് ഇതുണ്ടാക്കാനത്. ഇത് ആൻറ്റിയുടെ ഒരു മെയിൻ റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഹെൽത്തി അച്ചാർ കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി വേണം. മുളക് പൊടി ഇടാം ആവശ്യത്തിന്. നിങ്ങളുടെ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. മുളക് പൊടി ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം. അതിനുശേഷം നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉലുവപ്പൊടിയും കായപ്പൊടിയും ഇടാം. അല്ലെങ്കിൽ നമുക്ക് ക്യാരറ്റ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ഉലുവപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും അതുപോലെ തന്നെ കായപ്പൊടി ഇടാൻ പറ്റും. ഓക്കെ, ഇതിന് നമുക്കൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇപ്പോൾ ഞങ്ങൾ എല്ലാം ഇട്ടിട്ട് ക്യാരറ്റും കൂടി ഇട്ടിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അതിനുശേഷം അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഉലുവപ്പൊടിയും പിന്നെ കായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കും. ചില ആൾക്കാർ ഇതിലേക്ക് കുറച്ച് ഇത് ചൂടാറിയതിന് ശേഷം, ഇത് ഉണ്ടാക്കിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം കുറച്ച് വിനേഗർ കൂടി ഇതിലേക്ക് ഒഴിക്കും. അത് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതൊരു നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇടാം, കുറച്ച് കളറൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.